നമസ്കാരം ബിഗ് ബോസ്. ആര്യനും ജിസേലും കൂടെ ഭയങ്കര വഴക്ക് പിടിക്കുന്നത് നമ്മളെ കാണിക്കുന്നത്. സംഭവം ഇതാണ്, അവർ കൊണ്ടുവന്ന് എന്തോ ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് വളരെ നോർമലായിട്ട് വന്നൊരു കോമൺ മാനെ ആദ്യം വഴക്കൊക്കെ പിടിച്ചു വന്ന ആൾ അവസാനം കപ്പും കൊണ്ട് പോകും. അനീഷിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഇന്ന് വന്നവരൊക്കെ ഒരുപാട് ആഹാരം കഴിക്കാനുള്ള ആഹാരം കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. സത്യം പറഞ്ഞാൽ ബിന്നി ഓർത്തു അനീഷിനെ പിന്നെ ഇതൊക്കെ ആക്കി കഴിയുമ്പം കിച്ചൺ ക്യാപ്പിലൊക്കെ ആക്കി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, അങ്ങ് അലമ്പി തല്ലി പൊക്കോളും എന്നൊക്കെ വിചാരിച്ചു. കാരണം ബിന്നി അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ ഇന്നൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടാനും ആഹാരം കഴിച്ചു. പക്ഷെ പെട്ടുപോയതാണെന്നറിയാമോ? ജിസേല് കൊണ്ടുവന്ന എല്ലാം നോൺ വെജ് ആവുന്നത്. ജിസേലിന് മാത്രം രാവിലെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല, ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വെജിറ്റേറിയൻകാർക്ക് അവരോട് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കാൻ അവരെ അനുവദിക്കണമെന്ന്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ പ്രശ്നം എന്താ, സത്യം പറഞ്ഞാൽ നമുക്ക് കേട്ടിരിക്കുന്നവർക്കാണോ മനസ്സിലാവാത്തത്? നമ്മൾ ചില സീരിയലിന്റെ ഒക്കെ കഥ പറയത്തില്ലേ, എല്ലാവർക്കും ലോകത്തുള്ളവർക്ക് എല്ലാം അറിയാം ഈ കൊച്ചിന്റെ അച്ഛനും അമ്മയും ഇവരാണെന്ന്. പക്ഷെ അവർക്ക് മാത്രം അറിയത്തില്ല ഈ കൊച്ചിന്റെ അച്ഛനും അമ്മയും ഇവരാണെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമായിപ്പോയി. അതായത് എല്ലാവർക്കും അറിയാം ഇവരുടെ കുഴപ്പമല്ലെന്ന്. അപ്പം അനുമോള് ഈ ബിന്നി പറയുന്ന അനുമോൾ അറിഞ്ഞില്ല ജിസേല് അടുക്കളയിൽ കയറിയാണ്. ഈ പറഞ്ഞ വിശക്കുമ്പോൾ മനുഷ്യരും എല്ലാം കഴിക്കണ്ടേ. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ച പോലെ തന്നെ ആഹാരം ലക്ഷ്മി കഴിച്ചു. ലക്ഷ്മിക്ക് വിശക്കുന്നു, ലക്ഷ്മിക്ക് ആ കിച്ചണിൽ കയറി ഉണ്ടാക്കണം. അപ്പൊ പറഞ്ഞു ഈ പറഞ്ഞ പോലെ അനീഷ് ഉണ്ടായിരുന്നു, ഈ ഒനിയിലും കിച്ചൺ ടീമിലാണ്. അവർ രണ്ടും ഉള്ളപ്പോഴാണ് ഒനിയിലാണ് ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ ജിസേലിന് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബഹളം. ആരോട് ചോദിച്ചിട്ടാ കയറുത്, അങ്ങനെ ഇങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയണം എന്ന് കഴിഞ്ഞു. ഇനി ഭയങ്കര ഷോ. എനിക്ക് കെട്ടിയവനെ കാണിക്കാനാണോ, ഞാൻ വലിയ പവർഫുൾ ആണെന്ന് കാണിക്കാനാണോ, ഇനി എന്നോട് വീട്ടിൽ വന്നാലും എന്നോട് അറിഞ്ഞും കണ്ടും നിൽക്കണം എന്നൊക്കെ വിചാരിച്ചാണോ എന്നാലും കൊള്ളാം. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര വഴക്ക് എന്ന് വെച്ചാൽ കുറേ നേരം വഴക്കായിരുന്നു. ആ വഴക്കിന് ശേഷമാണ് ഈ സത്യം പറഞ്ഞാൽ സാബുമാന്റെ അഭയാചരം വന്നത്. ഇല്ലേ അവരെ വഴക്കിനിടയിലാണ് അവർ ഓടി രക്ഷപ്പെട്ടത്. കേട്ടോ, അതുകൂടത്തെ വഴക്കായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അനുമോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജിസേലിനെ സഹായിച്ചേനമല്ലോ, ഞാൻ ഉണ്ടാക്കി കൊടുത്തല്ലോ പറഞ്ഞു. ഇതന്നെ ആർക്കും അറിയാൻ മേലാത്തത്. ഇന്ന് ജിസേൽ പട്ടിണിയാണെന്ന് അറിയാൻ മേലാത്ത ആരും ആ വീട്ടിലില്ല. കാരണം ഇന്ന് നോൺ വെജ് ആവുന്ന അവർ കഴിച്ചിട്ടേ ഇല്ല. അവർ അവസാനം ഉണ്ടാക്കി കഴിച്ചപ്പോൾ അത് ലക്ഷ്മിയോട് കഴിക്കാൻ പറഞ്ഞപ്പം അവരവിടെ നിന്ന് ബഹളം വെച്ചപ്പോൾ തുപ്പൽ വീണു പോലും. ലക്ഷ്മി ഈ പറഞ്ഞ കിച്ചൺ ടി വി കയറി കഥയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. പിന്നെ മുടി കഴിച്ചിട്ട് ആരും കയറാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ലക്ഷ്മിയോട് മുടി കെട്ടുന്ന ഒരു സംഭവം കണ്ടിട്ടില്ല. തുപ്പൽ തെറിക്കൽ പറഞ്ഞ് ലക്ഷ്മി തന്നെ ഷാനവാസിനോടൊക്കെ അടി വെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞപ്പം രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. ആ ലക്ഷ്മിയാണ് അവിടെ ഇരുന്ന് ഇവരെ ഉപദേശിക്കുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞുകൊണ്ട് വന്ന് കഴിക്കും, ഇല്ല തുപ്പൽ വീണ. അപ്പം അക്ബർ പറയുന്നുണ്ട്, ഞങ്ങളുടെ വായിന്ന് വീഴുന്നതെല്ലാം തുപ്പല്, ലക്ഷ്മിയുടെ വായിന്ന് ലക്ഷ്മി വഴക്കൊടിക്കും വീഴുന്ന തന്നെ മുത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. സംഭവം ശരിയാണ്, തുപ്പല് വീഴുന്ന ആഹാരം കഴിക്കേണ്ട കാര്യമില്ല, സംഭവം ശരി തന്നെയാണ്. പക്ഷേങ്കിൽ ഇത് തുറന്നു വെച്ച് നമ്മൾ അങ്ങനെയല്ലല്ലോ കഴിക്കുന്നത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ കൈകൊണ്ട് എടുക്കാൻ പാടില്ല. ഷാനവാസ് കൈകൊണ്ട് എടുത്തപ്പോഴത്തേക്ക് കൈകൊണ്ട് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബഹളം. നമ്മൾ കൈകൊണ്ടല്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്ത് ഗെയിമായി കളിക്കുന്നത്. എന്തായാലും കൊള്ളാം, രസമായിരുന്നു.